നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കനത്ത മഴയിൽ ജനവാസ മേഖലയിലെ വീട്ടുപറമ്പിലേക്ക് ഒഴുകിയെത്തിയ പെരുമ്പാമ്പിനെ ചൊല്ലി വിവാദ കൊടുമുടി. പാമ്പിനോട് വനം വകുപ്പ് കൈക്കൊണ്ടത് കൊടും ക്രൂരതയെന്ന് ആരോപണം. 3 ദിനം ചാക്കിൽ കെട്ടി സൂക്ഷിച്ചതായി ഓട്ടുപാറ സ്വദേശി കരിവെട്ടിക്കൽ ഉമ്മർ. ഒരു ക്രൂരതയുമില്ലെന്ന് വനം വകുപ്പ്. മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്തു. യഥാസമയം വാഹനം കിട്ടാതെ പോയതാണ് കാട്ടിൽ തുറന്നുവിടുന്നതിന് കാലതാമസം നേരിട്ടതെന്ന് അധികൃതർ. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വാഹനമില്ലാതെ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നത് കൊടിയ ദുരിതം. ഉള്ള വാഹനം കണ്ടം തള്ളിയതിനാൽ സേവനത്തിനും വനസംരക്ഷണത്തിനും ഉദ്യോഗസ്ഥർ എത്തുന്നത് സ്വന്തം വാഹനങ്ങളിൽ. സംസ്ഥാനത്ത് ഡ്രൈ ഡേയിൽ ഉപാധികളോടെ മാറ്റം വരുത്താൻ മദ്യനയത്തിന്റെ കരടിൽ നിർദ്ദേശം. 1-ാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായും തുറക്കില്ല. ടൂറിസം, അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ്. മദ്യവിതരണം എങ്ങനെയാകണമെന്നത് സംബന്ധിച്ച് ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ ഭേദഗതി നിർദ്ദേശിച്ചു. കേരള ആരോഗ്യ സർവകലാശാലയ്ക്കെതിരെ ഒറ്റയാൾ സമരവുമായി വയോധികൻ. 78 ഫാം ഡി വിദ്യാർത്ഥികളുടെ ജീവിതം സർവകലാശാല പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ആരോപണം. ഇന്ത്യൻ ഫാം ഡി ഡോക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൈമൺ ജോഷായാണ് ഒറ്റയാൾ സമരത്തിന് നേതൃത്വം നൽകിയത്. വിജയം വരെ സമരമെന്ന് പ്രഖ്യാപനം. പീച്ചി ഡാം ഒന്നാകെ തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ചുവെന്ന് ആരോപണം. റവന്യൂ മന്ത്രി കെ രാജൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ആവശ്യം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കോലം മണലിപ്പുഴയിലൊഴുക്കി. മഴയൊഴിഞ്ഞതോടെ വാഴാനി ഡാം ജലാശയത്തിൽ വെള്ളത്തിന്റെ അളവിൽ ഗണ്യമായ കുറവ്. ഡാമിൽ ഇപ്പോൾ വെള്ളം 60.07 മീറ്റർ മാത്രം. ഷട്ടറുകൾ ഈ മാസം 20 വരെ അടക്കില്ല. വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന മാവോയിസ്റ്റ് നേതാവ് സോമന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക. സോമനെ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മറ്റു കോടതികളിൽ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുമ്പോൾ അനാവശ്യ ശാരീരിക പരിശോധനകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാര സമരം. നെഞ്ചുവേദനയും പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതുമാണ് ആരോഗ്യസ്ഥിതി മോശമാക്കിയത്. സംസ്ഥാനത്ത് 2 റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നു. നേമം, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. നേമം ഇനി തിരുവനന്തപുരം സൗത്ത്, കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടും. പേരുമാറ്റത്തിലൂടെ സ്റ്റേഷനുകളുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ സർക്കാർ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത. ദുരന്തം കയ്യകലയുണ്ട് പട്ടണഹൃദയത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിഞ്ഞ കുന്നും മരങ്ങളും കാനയിൽ തന്നെ. നഗരസഭയുടെ വഴിവിളക്കുകളും കണ്ണടച്ച നിലയിൽ. സ്കൂളുകളുടെ പ്രവർത്തന സമയം കാലത്ത് 8 മുതൽ 1:30 വരെയാക്കണമെന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കമ്മിറ്റിയുടെ പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണെന്നും മന്ത്രി. റിപ്പോർട്ട് വിദഗ്ധരുമായി ചർച്ച നടത്തുമെന്നും പ്രഖ്യാപനം. രാമായണ മാസാചരണം
ക്ഷേത്രങ്ങൾ ഭക്തിസാഗരം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലും നിറയും ആനയൂട്ടും നടന്നു. നിരവധി ഭക്തജനങ്ങൾ കണ്ണികളായി. വിവിധ ക്ഷേത്രങ്ങളിൽ പുണ്യം പൂക്കും പരിപാടികൾ. കേരളത്തിൽ മഴയ്ക്ക് വലിയ ശാന്തത. ഈ മാസം 14 മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴക്കുറവിനിടയാക്കിയത് കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനക്കുറവ്. പട്ടാമ്പി പാലം മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തുറന്നു.